السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن قارون كان من قوم موسى فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. قال إنما أوتيته على علم عندي أولم يعلم أن الله قد أهلك من قبله من القرون من هو أشد منه قوة وأكثر جمعا ولا يسأل عن ذنوبهم المجرمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഈ പഠന പരമ്പര ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് അധികാരം കൊണ്ട് ഏറ്റവും വലിയ അഹങ്കാരം നടിച്ച ഫറോവ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയുടെ പതനം, കടലിൽ മുക്കിക്കൊന്നുകൊണ്ട് അവന് യാതൊരു നിലക്കും സഹായത്തിനാളുമില്ലാതെ അവനെ നശിപ്പിച്ച ചരിത്രം നമ്മൾ മനസ്സിലാക്കി. അത് അധികാരം കൊണ്ട് അഹന്തമൂത്ത ഒരാളുടെ ദയനീയമായ അന്ത്യമായിരുന്നുവെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട മറ്റൊരാളുടെ ദയനീയമായ അന്ത്യവും അല്ലാഹു തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ഖസസിലൂടെ സവിസ്തരം അല്ലാഹു അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. ആ ധിക്കാരിയുടെ അന്ത്യം വളരെ മോശമായത് അവന് അധികാരമായിരുന്നില്ല അവന്റെ അഹന്തക്ക് കാരണം. അവന്റെ അഹന്തക്ക് കാരണം അവന്റെ പണക്കൊഴുപ്പായിരുന്നു. സമ്പത്തിന്റെ മേലിൽ അഹങ്കരിച്ചവനായിരുന്നു അവൻ. അവനാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന
ഏറ്റവും വലിയ ധനാഢ്യനായി അറിയപ്പെട്ട പരിശുദ്ധ ഖുർആൻ വിവരിച്ച ഖാറൂൻ എന്ന് പറയുന്ന സമ്പന്നൻ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികളിൽ ആദ്യ കാലത്ത് ഉണ്ടായിരുന്നവനും ഒരു വേള അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധം പോലും ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടവനുമായ വ്യക്തിയായിരുന്നു ഖാറൂൻ. അവന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള അസൂയയും അതുപോലെ തന്നെ അവന്റെ അഹങ്കാരവും നേതൃത്വമോഹവും അവന്റെ അധികാരമോഹവും അതുപോലെ അവന്റെ മനസ്സിൽ അവൻ അടക്കി വെച്ചിരുന്ന ചില സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷയുമൊക്കെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ കൂടിയാൽ അത് കിട്ടുമെന്ന് ധരിച്ച് ആദ്യകാലത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ തന്നെ നിന്ന് പിന്നീട് ഏറ്റവും വലിയ ദുരഭിമാനിയും അഹങ്കാരിയുമായി തീർന്ന ഒരു വ്യക്തിയാണ് ഖാറൂൻ. അല്ലാഹു തആല അവനെ സംബന്ധിച്ച് സൂറത്തുൽ ഖസസിന്റെ അവസാന ഭാഗത്ത് വളരെ വിശദമായി തന്നെ നമുക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ്. ലോകത്തിന്റെ ഗുണപാഠം എന്ന നിലക്ക് ഏറ്റവും വലിയ അധികാരത്തിന്റെ ഉത്തുംഗതയിൽ കയറി നിന്നുകൊണ്ട് അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവെന്ന് പ്രഖ്യാപിച്ച ഫറോവയെ റബ്ബിന് വലുപ്പമേറിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതേപോലെ ലോകത്തോട് അല്ലാഹു പറയുകയാണ്, പണക്കൊഴുപ്പിന്റെ മേനി കാണിച്ച് പണക്കൊഴുപ്പിന്റെ അഹന്ത നടിച്ച് സമ്പത്തിന്റെ പ്രൗഢി കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ വെല്ലുവിളിക്കാനും ഇസ്ലാമിനെ നിരന്തരം ദ്രോഹിക്കാനും തയ്യാറായാൽ എത്ര വലിയവനാണെങ്കിലും എത്ര വലിയ സമ്പത്തിന്റെ കൂമ്പാരത്തിന്റെ ഉടമയാണെങ്കിലും അല്ലാഹുവിന് അവരും വലുപ്പമേറുകയില്ല എന്ന് ലോകത്തിന് എന്നും ഖിയാമത്ത് നാൾ വരെ മാനവ സമൂഹം ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ലോകത്തിന് ശക്തമായ ഒരു മുന്നറിയിപ്പും താക്കീതും കൊടുക്കാൻ ഖാറൂൻ എന്ന് പറയുന്ന അതിസമ്പന്നനായ ഒരു വ്യക്തിയുടെ ചരിത്രത്തെ വിശുദ്ധ ഖുർആൻ അതിന്റെ കൃത്യമായി തന്നെ അനാവരണം നടത്തിയിരിക്കുകയാണ്, വിവരിച്ചു തന്നിരിക്കുകയാണ്. ഖാറൂനെ സംബന്ധിച്ച് ഖുർആനിൽ അധിക സ്ഥലങ്ങളിൽ പരാമർശമില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതകാലത്ത് നേരിടേണ്ടി വന്ന ശത്രുക്കളുടെ കൂടെ പറയുമ്പോൾ അവന്റെ പേരും എണ്ണിക്കാണാം. ഖാറൂന വഹാമാന വഫിർഔന എന്ന് സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാളെ ഒരേ സ്ഥലത്ത് എണ്ണിയിരിക്കുകയാണ്. ഖാറൂന വഫിർഔന വഹാമാന എന്ന് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ശത്രുത കൊണ്ട് നടന്ന ആളുകളുടെ കൂടെയാണല്ലോ അവനെ ചേർത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കഠിനമായ ശത്രുത അവൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടന്നു. അങ്ങനെ ആദ്യ കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു അനുയായിയായി ഒപ്പം കൂടി എല്ലാ രംഗത്തുമുണ്ടായി. ഫറോവയെ മുക്കിക്കൊന്നത് വരെ അത് കണ്ടവനാണവൻ. എന്നിട്ട് പിന്നീട് ആ ജനതയിൽ അവൻ വിചാരിച്ചത് നേടാനായില്ലെന്ന് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവന്റെ പണത്തിന്റെ അഹന്ത കാണിച്ചുകൊണ്ട് അവന്റെ പണത്തിന്റെയും അവന്റെ കൂടെയുള്ള അനുയായി വൃന്ദത്തിന്റെയും അവന്റെ പരിചാരകരുടെയും അവന്റെ ലോകത്തുള്ള അവന്റെ വസ്ത്രത്തിന്റെ എണ്ണങ്ങൾ, അവന്റെ തിളപ്പ്, അവന്റെ ഭവനത്തിന്റെ മോടി, അവന്റെ വാഹനങ്ങളുടെ വ്യൂഹം, അതുപോലെ തന്നെ അവന്റെ ആടയാഭരണങ്ങൾ, എല്ലാ രൂപത്തിലുള്ള അവന്റെ തോഴിമാരി, അവന്റെ സംഘശക്തി, സംഘബലം, ഇതൊക്കെ കാണിച്ച് ഇതൊക്കെ നിനക്കുണ്ടടോ മൂസ എന്ന അർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ ആ പ്രവാചകന്റെ തൗഹീദി പ്രബോധന രംഗത്തേക്ക് തന്റെ പണത്തിന്റെ ഹുങ്ക് കാണിച്ച് അതിനെ തടയിടാൻ നോക്കിയവനായിരുന്നു ഖാറൂൻ എന്ന് പറയുന്ന സമ്പന്നനായ അധികാരി. എന്തിനാ ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യുന്ന ഈ ചരിത്രത്തിൽ ഈ ഖാറൂനിന്റെ അതിദയനീയമായ അന്ത്യം നമുക്ക് പറഞ്ഞു തരുന്നത്? ഖാറൂനിസം ആരിലെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബ് അവനെ വെറുതെ വിടൂല എന്ന് പഠിപ്പിക്കാൻ.
കാറൂനിസം. എന്താ കാറൂനിസം? അവന്റെ സമ്പത്ത് കൊണ്ട് കാണിച്ചു തരാൻ നിങ്ങളെയൊക്കെ, എന്റെ കയ്യിൽ പണമുണ്ട് എന്ന ആ നെകളിപ്പും മഹന്തയും നടിച്ചുകൊണ്ട് ദീനിനെതിരെ തിരിഞ്ഞപ്പോൾ അവനുണ്ടായ അവസ്ഥയെ കുറിച്ചാണ് അല്ലാഹു ഇവിടെ വിവരിച്ചു തരുന്നത്. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ. അല്ലാഹു പറയണത് പറഞ്ഞു തുടങ്ങുകയാണ് ആ ചരിത്രം. സൂറത്തുൽ ഖസസിലെ 76-ാമത്തെ ആയത്ത് മുതൽ 83ഓളം വരുന്ന ആയത്തുകളിൽ അവനെ തന്നെയാണ് അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും ഖാറൂൻ കാന മിൻ ഖൗമി മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ടയാളായിരുന്നു. പക്ഷേ അവന് അധികകാലം മൂമിനായി ഒപ്പം കൂടി നടക്കാൻ കഴിഞ്ഞില്ല. കാരണം അള്ളാഹുവാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് തീരുമാനിക്കണം. ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, കാന മിൻ ഖൗമി മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളിൽ ജനതയിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്നു അന്ത്യം വളരെ കാഫിറായിട്ടായി ലോകത്ത് നിന്ന് പോയത്. ഒരാളുടെ അവസാനം എന്തെന്ന് റബ്ബിനെ അറിയൂ. അത് നമുക്കൊരു പാഠമാണ്. അതുകൊണ്ടാണ് നിരന്തരമായി നമ്മൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണം. ആവേശപൂർവം പ്രവർത്തിച്ചിരുന്ന എത്രയോ ആളുകൾ രംഗം വിട്ട് ഒളിച്ചോടി, രംഗത്ത് നിന്ന് വഴിമാറിപ്പോയി, അവസാനം ആ ആദർശത്തിന്റെ വൈരിയായിക്കൊണ്ട് മരിച്ചു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെ സംഭവിക്കുന്നു എന്ന് റഹ്മാനായ നാഥന് മാത്രമേ അറിയുകയുള്ളൂ. വല്ലാതെ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം നീ നന്നാക്കി തരണേ. ഒരു വിഷയത്തിന്റെ തുടക്കമല്ല അല്ലാഹു പരിഗണിക്കുന്നതിന്റെ ഒടുക്കെന്തായി. നമ്മളെ ജീവിതം തന്നെ അങ്ങനെയാണ്. ഇന്നിപ്പോ നമ്മൾ 5 നേരം നിസ്കരിക്കുന്നു, മുസ്ലിമീങ്ങളായി ജീവിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്വർഗമുണ്ടെന്ന് അംഗീകരിച്ച് നരകത്തെ ഭയപ്പെട്ട് മാക്സിമം പരമാവധി അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനസ്സ് ഇന്ന് നമുക്കുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പക്ഷേ ഇങ്ങനെ ജീവിച്ച എത്രയോ ആളുകൾ ഇന്ന് ഇതിനോട് വിട പറഞ്ഞിട്ടുണ്ട്. അവർക്കിന്നത് വേണ്ട, അവർക്കിന്നതിനോട് താല്പര്യമില്ല. മനസ്സ് മാറിപ്പോയി. മനുഷ്യ മനസ്സ് അങ്ങനെയാണ്. അതിൽ എന്ത് ചലനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് ആ മനസ്സിന്റെ കൺട്രോളറായ അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാന്മാരായ വ്യക്തിത്വങ്ങൾക്ക് പോലും പര്യവസാനത്തെ കുറിച്ച് പേടിയുണ്ടായത് കൊണ്ടാണ് എല്ലാ രൂപത്തിലുള്ള അധികാരങ്ങളും കയ്യിൽ വന്നിട്ടും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്തിട്ടും ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ധാമം, സൗന്ദര്യത്തിന്റെ നിറകുടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ രൂപത്തിലുള്ള നൽകിയിട്ടും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പ പ്രവാചകനാണ്, യാക്കൂബ് അലൈഹിസ്സലാം ഉപ്പാപ്പമാര് പ്രവാചകന്മാരാണ്, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിലാണ്. അതൊക്കെ ആയിട്ട് പോലും ആ മഹാനുഭാവൻ പോലും ഭയപ്പെട്ടു, എനിക്ക് മുസ്ലിമായി മരിക്കാനാവില്ലേ. ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഇതൊരു സാധാരണക്കാരന്റെ ദുആയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ പുത്രൻ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പൗത്രൻ, ആ പേരമക്കളിൽ ആ പരമ്പരയിലൊക്കെ വന്നിട്ടുള്ള മഹാനുഭാവനായ ഒരുപാട് പരീക്ഷണങ്ങളിലൊക്കെ പതറാതെ പിടിച്ചു നിന്ന് വിജയശ്രീലാളിതനായി അത്യുന്നതമായ പദവി റബ്ബ് കൊടുത്ത ആ മഹാനുഭാവൻ പോലും അവസാനം അള്ളാഹുവോട് പറഞ്ഞു, അല്ലാഹുവേ, നീ എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, നീ എനിക്ക് അധികാരത്തിൽ നിന്ന് പലതും തന്നു, നീ എനിക്ക് സ്വപ്നത്തെ കുറിച്ചുള്ള വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു. എന്നാൽ റബ്ബേ, എനിക്ക് എന്നെ കുറിച്ച് പേടിയുണ്ട്. കാരണം എന്റെ കാര്യം മുഴുവൻ നിന്റെ കയ്യിലാ. കാരണം നീ ഫാത്തിറസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെ മുൻ മോഡൽ കൂടാതെ നിർമ്മിച്ച സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ റബ്ബേ, അൻത വലിയ, നീയാണ് എന്റെ രക്ഷാധികാരി. ഇഹത്തിലും പരത്തിലും എനിക്ക് നിന്നെ വേണം. നീ എന്നെ കൈയൊഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൊണ്ടും കാര്യമില്ല. നീയാണ് എന്റെ രക്ഷാധികാരി, നീയാണ് എന്റെ അവലംബം, നീയാണ് എനിക്ക് ഏകാത്താണി. അതുകൊണ്ട് നിന്നോട് എനിക്ക് വളരെ വിനയത്തോടെ പറയാനുള്ളത്, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. അൽഹിഖ്നി ബിസ്സാലിഹീൻ,
സദ്വൃത്തരോടൊപ്പം നീ എന്നെ ചേർത്ത് തരണേ എന്ന് മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ഇടയ്ക്കിടെ പറഞ്ഞില്ലേ, ആയിഷ പറയാൻ മറക്കല്ലേ, ചോദിച്ചുകൊണ്ടിരിക്കണം, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന നാഥ, സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തി തരണേ, അലാ ദീനിക, നിന്റെ ദീനിന്മേൽ. നല്ലോണം ഭയപ്പെടണം സഹോദരങ്ങളെ. അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. ഫിത്നകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതുപോലെ ഒരു മാലയിൽ കോർത്ത, ഒരു ചരടിൽ കോർത്ത മുത്തുമണികൾ, മാലമണികൾ, ആ ചരടിന്റെ കെട്ടങ്ങ് അറ്റു വീണാൽ അതിൽ നിന്ന് ഒന്നിനു പിറകെ ഒന്നായി ഉതിർന്നുതിർന്നുതിർന്നു വീഴും പോലെ ലോകത്ത് ഫിത്നകൾ ഇങ്ങനെ അടിക്കടി ദിനംതോറും പെരുകുകയേ ചെയ്യുകയുള്ളൂ, കുറയുകയില്ല, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ കാലം വരുമ്പോൾ സുബഹിക്കവൻ, പ്രഭാതത്തിൽ അവൻ, രാവിലെ അവന് നല്ല ഈമാൻ ഉണ്ടായിരുന്നു, പക്ഷെ വൈകുന്നേരമായപ്പോഴേക്ക് അവൻ ഇരുന്നൊക്കെ പുറത്തു പോയിട്ടുണ്ട്, കാഫിറായി പോയിട്ടുണ്ട്. വൈകുന്നേരം നല്ല ഈമാൻ ഉണ്ടായിരുന്നു, പ്രഭാതമായി പുറത്തിറങ്ങി ജീവിത കാര്യങ്ങളിൽ ഏർപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അവൻ ഇതിൽ നിന്നൊക്കെ രാജിവെച്ച് പുറത്തുപോയി. അവൻ പിന്നെ കാഫിറായിട്ടുണ്ട്, അല്ലെങ്കിൽ കാഫിറായിരുന്നവൻ മോമിനായും മാറുന്നുണ്ട്. ആരാണ് ഈ മാറ്റത്തിന്റെ പിന്നിൽ? മുഖല്ലിബുൽ ഖുലൂബ്. ആരാണ്? അല്ലാഹു മുഖല്ലിബുൽ ഖുലൂബാണ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഇവിടെ നോക്കൂ, ഈ വ്യക്തി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ഉണ്ടായി, അവരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായി. ഫറോവ മുങ്ങിച്ചാകുന്നത് നോക്കിക്കണ്ട് ആ നേരത്തും അവൻ ഈമാനുണ്ട് എന്നല്ലേ അവൻ ധരിച്ചു വെച്ചത്. പക്ഷേ എന്തായി അന്ത്യം? എന്തേ അവന് കുഴപ്പമുണ്ടായത്? പെട്ടെന്നായി തെറ്റിപ്പോക്കുണ്ടാവുക, പെട്ടെന്നാണ് റൂട്ട് മാറുന്നത്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകുന്നത് അറിയാതെ റൂട്ടാണ് മാറും, അറിയാതെ റൂട്ടാണ് മാറും. അതുകൊണ്ട് ലോകത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ മാറിയാൽ എനിക്ക് പോയി എന്നതല്ലാതെ, ഞാൻ പഴച്ചാൽ എനിക്ക് പഴച്ചു എന്നതല്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്ക് ദ്രോഹിക്കാനാകുമോ? ഇല്ലേ, ഇല്ല. അത് റബ്ബ് ഇവിടെ നിലനിർത്തുക തന്നെ ചെയ്യും. ഒരാൾ മാറുമ്പോ മറ്റൊരാൾ പകരം കൊണ്ടുവരും. അല്ലാഹു തആല പറയാണ്, ഇൻ തവല്ലൗ, നിങ്ങൾ വഴിമാറിപ്പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ വെറുതെയാകുമെന്നൊന്നും നിങ്ങൾ സ്വപ്നം കാണണ്ട. അത് നിങ്ങളുടെ വെറും വ്യാമോഹമാണ്. യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, വേറൊരു ജനതയെ ഞാൻ ഇങ്ങോട്ട് പകരം കൊണ്ടുവരും. ആ പകരം വരുന്ന ജനത നിങ്ങളെ പോലെ ആവൂല. അവര് നല്ല ആർജവവും ഊർജവും വീര്യവുമുള്ള ആളുകളായിരിക്കും. അവരെന്റെ ദീൻ ഇവിടെ നിലനിർത്തും, അവരെന്റെ ദീനിന് വേണ്ടി ഇവിടെ പണിയെടുക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കൂ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങൂ എന്നൊക്കെ പറയുമ്പോ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെ എന്റെ വിജയത്തിനാണ് ഞാൻ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഞാൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഞാൻ പണിയെടുക്കുന്നുവെങ്കിൽ അതെന്റെ രക്ഷക്കാണ്. ഞാൻ വഴിമാറിപ്പോയാലോ ഇസ്ലാം തകരുകയൊന്നുമില്ല, ഇസ്ലാം അവിടെ നിലനിൽക്കും. അത് അള്ളാഹുവിന്റെ ദീനാണ്. ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റൊരാൾ രംഗത്ത് വരും. വഴിമാറിപ്പോയവൻ നഷ്ടപ്പെട്ടു എന്നതല്ലാതെ, പോയവന് പോയി എന്നതല്ലാതെ ഈ ദീനിന് യാതൊരു കോട്ടവും സംഭവിക്കാതെ ഖിയാമത്ത് നാൾ വരെ അത് റബ്ബ് നിലനിർത്തുമെന്ന് റഹ്മാനായ നാഥന്റെ ഓഫറാണ്. അതൊരാൾക്കും തകിടം മറിക്കാനാവില്ല, ഒരു സംശയവും ആർക്കും വേണ്ട. പണം കൊണ്ടൊന്ന് തകർത്ത് കളയാം, നിന്നെ കാണിച്ചു തരാമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെ തന്നെ പണം ചെലവഴിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന വ്യക്തിത്വം. അവൻ വിചാരിച്ചു അവന്റെ പണത്തിന്റെ ചെലവിലാണ് എല്ലാം ഇവിടെ മൂസ നടത്തുന്നത്, ഞാനൊന്ന് വഴിമാറിയ മൂസ തകരുമെന്ന ഖാറൂൻ വിചാരിച്ചത്. മൂസ അലൈഹിസ്സലാം തളർന്നു പോകും. കാരണം ഞാനാണിപ്പോ മൂസ അലൈഹിസ്സലാമിന്റെ, മൂസയുടെ ബോൺ, അതിന്റെ കൺട്രോൾ എന്റെ കയ്യിലാണ്. ഞാനാ പൈസ ചേർക്കുന്നത്, ഞാനാണ് കാണിക്കുന്നത്, ഞാനാണെല്ലാം ചെയ്യുന്നത്. ഞാനൊന്ന് വഴിമാറി നോക്കണ്ടേ? മൂസ തളരുമെന്നാണ് ഖാറൂൻ സ്വപ്നം കണ്ടത്. ഖാറൂനെ കുറിച്ച് പറയാണ്, അവൻ ആ ജനതക്കെതിരെ ധിക്കാരം പ്രവർത്തിക്കാൻ തുടങ്ങി, അതിരുകവിയാൻ തുടങ്ങി. അവന്റെ സഹായങ്ങൾ അവൻ പിൻവലിച്ചു, അവന്റെ എല്ലാം അവൻ നിർത്തിവെച്ചു. മൂസ നബി അലൈഹിസ്സലാമിനെ അവൻ വെല്ലുവിളിച്ചു, നീ ഇനി എന്ത് കാണിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. പൈസ ഇറക്കുന്നത് ഞാനാ, എന്റെ കയ്യിലാ പണം, എന്റെ കയ്യിലാ ആളുകളുള്ളത്, എന്റെ കയ്യിലാണ് സമ്പത്തുള്ളത്, എന്റെ കയ്യിലാ സ്വർണമുള്ളത്, എന്റെ കയ്യിലാ വെള്ളിയുള്ളത്. അതെ, ഒരുപാട് ഉണ്ടായിരുന്നു അവന്റെ കയ്യിൽ, സംശയമൊന്നുമില്ല. അത് അള്ളാഹ് സ്നേഹിച്ചിട്ട് കൊടുക്കുന്നതൊന്നുമല്ല, അങ്ങനെ ആരും വിചാരിച്ചു പോകരുത്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു നിങ്ങൾക്കിടയിൽ അഖ്ലാഖും അർസാഖും അല്ലാഹ് നിങ്ങൾക്കിടയിൽ ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനം സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം.
അള്ളാഹു നിങ്ങൾക്കിടയിലെ സ്വഭാവങ്ങളെയും സംസ്കാരങ്ങളെയും നിങ്ങൾക്ക് അള്ളാഹു ഓഹരി വെച്ച് തന്നിട്ടുണ്ട്, നിങ്ങളുടെ റിസ്ക് ഓഹരി വെച്ച് തന്നതുപോലെ. അള്ളാന്റെ തൗഫീഖാണ് റിസ്ക് കിട്ടലും റിസ്ക് കിട്ടാതിരിക്കലും, ദീനുണ്ടാവലും നല്ല സ്വഭാവം ഉണ്ടാവലും ഇല്ലാതിരിക്കലും ഒക്കെ. എന്നിട്ട് പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോളൂ, വഇന്നല്ലാഹ യുഅ്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. സുബ്ഹാനല്ലാഹ്. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുന്നത്? നമ്മൾ അറിയാൻ വേണ്ടി പറയാണ്, വഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു തആല യുഅ്തിൽ മാല, അവൻ സമ്പത്ത് കൊടുക്കും, മൻ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും, വമൻ ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. അല്ലാഹു സമ്പത്ത് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും കൊടുക്കും, അവൻ ഭയങ്കര വെറുപ്പുള്ളവർക്കും സമ്പത്ത് അല്ലാഹു കൊടുക്കും. എന്നാൽ വലാ യുഅ്തിൽ ഈമാൻ വലാ യുഅ്തിൽ ഈമാന ഇല്ലാ മൻ യുഹിബ്ബു, അല്ലാഹ് സ്നേഹിക്കുന്നവർക്കല്ലാതെ ഈമാൻ എന്ന് പറയുന്ന തൗഫീഖ് കൊടുക്കൂല. അള്ളാന്റെ തൗഫീഖ് ഉള്ളവർക്കല്ലാതെ അള്ളാഹു ഈമാൻ കൊടുക്കുന്നതല്ല. സമ്പത്ത് അവൻ ഇഷ്ടപ്പെടുന്നവർക്കും കൊടുത്തേക്കും, ഇഷ്ടപ്പെടാതെ വെറുക്കുന്നവർക്കും കൊടുത്തേക്കും. അതേ സമയത്തിൽ ഈമാൻ ഉണ്ടല്ലോ, ഹിദായത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹുദയുണ്ടല്ലോ, അതവൻ ഇഷ്ടപ്പെടുന്നവർക്കേ അവൻ കൊടുക്കുകയുള്ളൂ. അള്ളാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഇവന് സമ്പത്ത് കൊടുത്തു, ആ സമ്പത്ത് കൊണ്ട് അവൻ അഹങ്കാരം നടിക്കാൻ തുടങ്ങി. വിശ്വാസികളുടെ മുമ്പിൽ അവൻ ഇങ്ങനെ അവന്റെ അഹങ്കാരങ്ങൾ കാണിച്ചു. അല്ലാഹു പറയണു, പെരുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവനക്ക്. നാം അവന് ഭണ്ഡാരങ്ങളിൽ നിന്ന്, നിധി കുംഭങ്ങളിൽ നിന്ന്, നിധി നിക്ഷേപങ്ങളിൽ നിന്ന് നാം അവന് കൊടുത്തു അവന്. ഞാൻ അല്ലാഹു പറയണു, ഞാൻ കൊടുത്തു, ഏറെ കൊടുത്തു. എത്രത്തോളം കൊടുത്തു? ഇന്ന മഫാതിഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. ഇന്ന മഫാതിഹു, അവന്റെ സമ്പത്തിന്റെ താക്കോൽ കൂട്ടം. മഫാതി മിഫ്താഹ്, കീ. മഫാതിഹ് അതിന്റെ പ്ലൂറൽ, അതിന്റെ ബഹുവചനാണ്. അവന്റെ സമ്പത്തിന്റെ താക്കോൽ കൂട്ടം. ലതനൂഉ, അത് പേറാൻ കഴിയാത്തതായിരുന്നു. ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ, ശക്തന്മാരായ ഒരു സംഘത്തിന്, ശക്തന്മാരായ ഒരു ടീം ആളുകൾക്ക് പേറാൻ കഴിയാത്തത്ര അവന്റെ സമ്പത്തല്ല, അവന്റെ സമ്പത്തിന്റെ താക്കോൽ കൂട്ടം. എത്രയായിരിക്കും അവന്റെ മുതൽ? എന്നാൽ അതുകൊണ്ട് ഉദ്ദേശം അവന്റെ സ്വർണവും വെള്ളിയും അവന്റെ സമ്പത്തും അവന്റെ ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും ഒക്കെ അടങ്ങുന്ന അവന്റെ നിക്ഷേപ സമാഹരണ കേന്ദ്രമായ ഖജാനകളാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞവരും ഉണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ. രണ്ടായിരുന്നാലും ആ പ്രയോഗം നമുക്ക് അറിയിച്ചു തരുന്നത് എന്താണ്? അവൻ വമ്പിച്ച മുതലാളിയായിരുന്നു. വലിയ കണക്കറിയില്ല, അവന്റെ പണം എത്രയെന്ന് അവൻ തന്നെ അറിയില്ല. അവനറിഞ്ഞൂടാ എത്ര സമ്പത്ത് ആസ്തിയാണ് അവനുള്ളത് എന്ന് അവന് പോലും അറിയില്ല. അത്ര രൂപത്തിലുള്ള ശക്തമായ വലിയ സമ്പന്നൻ. അങ്ങനെ അവൻ വഴിമാറി. അവന്റെ പണം കൊണ്ട് ഇതുവരെ നല്ല രൂപത്തിലൊക്കെ ജീവിച്ച് കാണിച്ചവൻ അവന്റെ പണം കൊണ്ട് തോന്നിവാസങ്ങളും അക്രമങ്ങളും അരാജകത്വങ്ങളും മോശപ്പെട്ട പ്രവർത്തനങ്ങളും പാവങ്ങളെ ദ്രോഹിക്കലും അവരെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കലും അഹന്ത നടിക്കലും നകളിപ്പ് കാണിക്കലും അവന്റെ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും കാണിച്ചു തരാ എന്ന മട്ടിലുള്ള അവന്റെ നടപ്പും ഇരിപ്പും പോക്കും വരവും എല്ലാം ഇങ്ങനെ ആയപ്പോ മൂസനബി അലൈഹിസ്സലാത്തു വസ്സലാമും ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസികളായ ജനതയും അവനോട് പറഞ്ഞു, ലാ തഫ്റഹ്, ഇങ്ങനെ വല്ലാതെ അഹങ്കാരം കാണിക്കരുത്, ഇങ്ങനെ വല്ലാതെ പുളകം കൊണ്ട് നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. തനിക്ക് കിട്ടിയിട്ടുള്ള ഈ സമ്പത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ നെകളിപ്പ് കാണിച്ച് ഇങ്ങനെ പുളകം കൊണ്ട് നടക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമില്ലെന്ന് നീ മനസ്സിലാക്കണം. അല്ലാഹ് അത്തരക്കാരെ ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നീ ജീവിക്കണം, അതാണ് നിനക്ക് നല്ലത്. വളരെ കൃത്യമായി ആ ജനങ്ങൾ അയാളോട് പറഞ്ഞു നോക്കി. മാത്രല്ല, നീ ഇങ്ങനെ അഹങ്കാരം കാണിക്കരുത് എന്നൊക്കെ പറയുമ്പോ അള്ളാഹു നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, അതിലൊന്നും ഞങ്ങൾക്ക് അസൂയ ഉണ്ടായിട്ടല്ല, നീ അങ്ങനെ വിചാരിക്കരുത്. ഞങ്ങൾക്ക് ഒരു അസൂയയില്ല, നിനക്ക് കിട്ടുന്നത് പോലെ നീ ഉപയോഗിച്ചോ. പക്ഷെ നീ എന്തിനാ അള്ളാഹനെ മറക്കണം? തന്ന വഴി, നിനക്ക് കിട്ടിയ വഴി, നീ അത് മറന്നു പോകരുത്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടായിക്കോട്ടെ,
നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. പക്ഷേ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക ولا تبغي الفساد في الأرض إن الله لا يحب المفسدين وابتغي നീ ആഗ്രഹിക്കൂ, നീ തേടൂ ഫീമാ ആതാകല്ലാഹു അല്ലാഹു നിനക്ക് നൽകിയ സമ്പത്തിലൂടെ ദാറൽ ആഖിറ പരലോകത്തെ നീ തേടണം. ഈ ദുനിയാവ് കുറച്ചു കാലത്തേക്കുള്ളു കാറൂരേ. ഈ ലോകത്ത് എത്രയോ ആളുകൾ കഴിഞ്ഞു പോയില്ലേ? അങ്ങ് വലിയ സമ്പന്നനും വലിയ അധികാരത്തിന്റെ ഉത്തുംഗതയിൽ കയറി വിരാജിച്ചവനുമായിരുന്ന ഫറോവയടക്കമുള്ളവരുടെ നാശം കണ്ടവനല്ലേ നീ? മരിക്കണ്ടേ, മരിച്ചു പോകണ്ടേ ഈ ലോകത്ത് എന്നുമെന്നും ദുനിയാവിലെ സമ്പത്തും കെട്ടിപ്പിടിച്ചിരിക്കാനൊക്കുമോ? എപ്പോഴാണ് മരണം വരിക എന്നറിയില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഈ സമ്പത്തില്ലേ, നീ അനുഭവിച്ചോളൂ. പക്ഷേ നീ ആഖിറം മറക്കല്ലേ. ആ സമ്പത്ത് നീ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിച്ച് റബ്ബ് തന്ന മുതൽ റബ്ബിന് ഇഷ്ടപ്പെടുന്ന വഴിയിലേക്ക് ചെലവഴിച്ചുകൊണ്ട് എന്നാൽ വലാത്ത നസീബക മിനദ് ദുനിയാ ദുനിയാവിലുള്ള നിന്റെ വിഹിതം നീ മറന്നു പോവുകയും വേണ്ട. എല്ലാം അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കണമെന്ന് ഞങ്ങൾ പറയൂല. നിനക്ക് കിട്ടിയ സമ്പത്തിൽ നിന്നൊരു വിഹിതം കൊടുത്തുകൊണ്ട് അള്ളാന്റെ മാർഗത്തിലൂടെ നീ പ്രവർത്തിച്ചിട്ട് പരലോകം നേട്. എന്നാ ദുന്യാവിൽ നീ അനുഭവിച്ചോളൂ. ദുന്യാവിൽ നിന്റെ വിഹിതം മറക്കണ്ട. ദുന്യാവൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊന്നും ഇവിടെ അനുവദിക്കാൻ എനിക്ക് പറ്റൂല, ഒന്നും എനിക്ക് ആസ്വദിച്ചുകൂടാ, ഒന്നും ഞാൻ ഉപയോഗപ്പെടുത്തിക്കൂടാ എന്നൊന്നും ഞങ്ങൾ നിന്നോട് പറയുന്നില്ല. നീ നിന്റെ ഓഹരി ഒക്കെ എടുത്തോ, പക്ഷെ അള്ളാനെ മറക്കരുത്, അള്ളാനെ മറക്കരുത്. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക അല്ലാഹു നിനക്ക് ഒരുപാട് നന്മകൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതിന് പ്രത്യുപകാരമായി അതുപോലെ അവന്റെ പടപ്പുകളോടും നീ കരുണ ചെയ്യണം. അവന്റെ പടപ്പുകളിലേക്കും നീ ഇഹ്സാൻ ചെയ്യണം. അവന്റെ പടപ്പുകളിലേക്കും നീ ചെലവഴിക്കണം. അവർക്കും നീ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നീ അല്ലാഹു നിനക്ക് ചെയ്തു തന്നതുപോലെ നീ നിന്റെ ആ പടപ്പുകളായ റബ്ബിന്റെ പടപ്പുകളായ ആളുകളുണ്ടല്ലോ അവരിലേക്ക് നീ കൊടുത്തുകൊണ്ട് അവരെ സഹായിച്ചു കൊണ്ടിരിക്കണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് നീ ഭൂമിയിൽ ഫസാദ് മോഹിക്കല്ലേ, കുഴപ്പമുണ്ടാക്കാൻ നോക്കല്ലേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ കുഴപ്പമുണ്ടാക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നവനല്ല. ആദ്യത്തെ ആയത്തിൽ അവർ പറഞ്ഞു കൊടുത്തു, അഹങ്കാരം നടിച്ചു വല്ലാതെ തനിക്കെല്ലാം ഉണ്ടെന്ന നകളിപ്പിൽ ഇങ്ങനെ ഉൾപ്പുളകം കൊണ്ട് നടക്കുന്നവരെ റബ്ബിന് ഇഷ്ടമല്ല. അതുപോലെ കിട്ടിയത് കൊണ്ട് ഫസാദ് ഉണ്ടാക്കാൻ നടന്നുകൊണ്ട് കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്ന കുഴപ്പക്കാരെയും അല്ലാഹുവിന് ഇഷ്ടമല്ല. ഇതൊക്കെ മൂസാ നബി അലൈഹിസ്സലാമും ആ ജനതയും വളരെ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു നോക്കി. കൂടെ കഴിഞ്ഞ ഒരാളല്ലേ ഇങ്ങനെ പഴച്ചു പോണത് കണ്ടപ്പോ സങ്കടത്തോടെ പറഞ്ഞു നോക്കി. ആ ഉപദേശം അവന്റെ അഹങ്കാരം പിന്നെയും വർദ്ധിപ്പിച്ചു. അതങ്ങനെയാണല്ലോ, മനുഷ്യൻ ഈ പണം കൂടുമ്പോ പിന്നെ കണ്ണും കാതും മൂക്കൊക്കെ അവൻ മൂടിക്കെട്ടുകയാണ്. പിന്നെ അവന്റെ ഹൃദയത്തിലൊക്കെ വല്ലാത്തൊരു ഒരു കട്ടി അനുഭവപ്പെടും. അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, ഈ പണത്തിന് അങ്ങനെ ഒരു തകരാറുണ്ട്. അത് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം പ്രകൃതിയാണ് മാറും. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു ഇസ്തഗ്നാ. കല്ലാ അല്ലാഹു പറയാണ്, വേണ്ടടോ, വേണ്ടതെന്റെ ഈ നെകളിപ്പ് വേണ്ട. സൂറത്ത് വളരെ കൃത്യമായി നമുക്ക് സുപരിചിതമായ ചെറിയ സൂറത്തിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ്. കല്ലാ വേണ്ടടോ, വേണ്ട. നീ മനസ്സിലാക്കണം, അറിയണം. ഇന്നൽ ഇൻസാന നിശ്ചയമായും മനുഷ്യൻ ലയത്ഗാ അവൻ വല്ലാതെ അതിരുകവിയുക തന്നെ ചെയ്യുകയാണ്. അവൻ വല്ലാതെ അഹങ്കരിക്കുക തന്നെയാണ്. എന്തേ അവന്റെ അഹങ്കാരത്തിന് കാരണം? കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർആഹു അവനെ കണ്ടപ്പോൾ, അവൻ തന്നെ കണ്ടപ്പോൾ ഇസ്തഗ്നാ ഞാനിപ്പോ തരക്കടില്ല, എനിക്ക് വേണ്ടതൊക്കെ ഇപ്പൊ എന്റെ അടുത്തുണ്ട്, എനിക്കൊരാൾ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നല്ല മുതലാളി തന്നെയാണെന്ന് തോന്നി തുടങ്ങുന്ന സമയം മുതൽ മനുഷ്യൻ പിന്നെ തുഗ്യാനിലേക്ക് പോകും.
അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ്. അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സമ്പന്നരീ ലോകത്തിന് സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നുമുണ്ട് ധാരാളം ആളുകൾ, ഇന്നുമുണ്ട് ധാരാളക്കണക്കിന് ആളുകൾ. പക്ഷെ അങ്ങനെയല്ല ഒരു വിഭാഗം. സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിറം മാറുക, പിന്നെ സ്വഭാവം മാറുക, ധിക്കാരിയാവുക, പിന്നെ അവന്റെ റബ്ബിനെ ചോദ്യം ചെയ്യാൻ വരെ മടിയുണ്ടാവില്ല. എന്ത് നിയമമടോ, എന്ത് ഇസ്ലാമടോ, എന്ത് ശരീഅത്തടോ, എന്ത് കാര്യങ്ങളോ, പിന്നെ അവൻ മുഴുവനും അവന്റേതായ അഹങ്കാരത്തിന്റെ വാക്കുകളെ പുറത്തേക്ക് വരൂ. ഈ പാവപ്പെട്ട ജനങ്ങൾ ഇവനോട് ഉപദേശിച്ചു നോക്കി, നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒപ്പം കഴിഞ്ഞൊരാളല്ലേ, ഇങ്ങനെ തഴച്ചു പോകല്ലേ. ഉപദേശിച്ചപ്പോ അയാൾ കൊടുക്കുന്ന മറുപടി എന്താ? قال إنما أوتيته على علم عندي. അവൻ പറഞ്ഞു, ഖാറൂൻ പറഞ്ഞു, ഇന്നമാ ഊതീതുഹു, എനിക്ക് ആ സമ്പത്തൊക്കെ നൽകപ്പെട്ടിട്ടുള്ളത് അലാ ഇൽമിൻ ഇൻദി, എന്റെ അടുക്കലുള്ള എന്റെ വിവരം കൊണ്ട് കിട്ടിയതാണ്. അത് ഞാനതിന് ശരിക്കും അർഹനാണ്, എനിക്കതിന് ശരിക്കും അർഹനാണെന്ന നിലക്കും എന്നെ ആദരിച്ചു തന്നത് തന്നെയാണ്. കളമായിരല്ല, എനിക്കതിന് യോഗ്യനാണെന്നും ഞാനതിന് അർഹതപ്പെട്ടവനാണെന്നും എനിക്കതിന് പവർ ഉണ്ടോന്നും കഴിവുണ്ടോന്നും പണം തരികയാണെങ്കിൽ എന്നെ പോലെ എന്റെ അടുത്താ തരേണ്ടതെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ അത്. അതുകൊണ്ട് തന്നെ എനിക്കത് നൽകപ്പെട്ടത്. അതുകൊണ്ട് അത് കൈകാര്യം ഞാൻ തന്നെ ചെയ്തോളൂ. നിങ്ങളെ ഉപദേശവും വഴക്കൊന്നും ആ കാര്യത്തിൽ വേണ്ട. എനിക്കറിയാം എന്റെ മുതൽ, ഞാൻ ഉണ്ടാക്കിയ മുതൽ അതെങ്ങനെ ചെലവഴിക്കണം എന്ന് നിങ്ങൾ പറയണ്ട. അങ്ങനെ പറയൂലേ പല ആളുകളും? ഇന്നും പറയൂലേ? അള്ളാഹ് തന്നതല്ലേ ചങ്ങാതി, ഇങ്ങനെ ചെയ്യല്ലേ? അത് നീ ചോദിക്കാൻ നീ ആരാ? നീ നിന്റെ വഴിക്ക് പോ. ഞാനിവിടെ ലോഞ്ചിന് വന്ന ആളാ, ഞാനിവിടെ മറ്റേതിന് പത്തേമാരിക്ക് കൊണ്ട് വന്ന ആളാ, ഞാനിവിടെ 5 കാശില്ലാതെ ഇവിടെ തുടങ്ങി വെച്ച് ഇന്നീ നിലയിൽ ഞാൻ എത്തി. അതൊന്നും ചോദ്യം ചെയ്യാൻ നിങ്ങളാരും വേണ്ട. എനിക്ക് ഇസ്ലാമൊന്നും നിങ്ങളാരും പറഞ്ഞു തരണ്ട. എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. അതങ്ങനെ ഞാൻ പോയിക്കോളും. നിങ്ങളെ പണി നോക്ക്, വേഗം വണ്ടി വിട്ടോന്നാ പറയാ. ആ പ്രയോഗം ഉണ്ടാവുക, പൊയ്ക്കോ, നിങ്ങളെ വഴി നോക്ക്. എനിക്കറിയാം എന്റെ പണം എന്നാ പറയണത്. എന്റെ പണം, മാലി എന്റെ പണം. അവൻ പറഞ്ഞു, ഇതൊക്കെ എന്റെ പ്രത്യേകത, അർഹത, യോഗ്യത, കഴിവ്, അതുകൊണ്ടൊക്കെ കിട്ടിയതാ. അല്ലാഹു തആല ഉടനെ പറയാണ്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അല്ലാഹു മറുപടി പറയാണ്, അവലം യഅലം, അവൻ അറിഞ്ഞൂടെ, അവന് മനസ്സിലാക്കിക്കൂടെ? അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ഖദ് അഹ്ലക, അല്ലാഹ് നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന്, മിൻ ഖബ്ലിഹി, ഇവന്റെ മുമ്പുള്ളവരെ, മിനൽ ഖുറൂനി, പല സമൂഹങ്ങളിൽ നിന്നും, മൻഹുവ, എത്രത്തോളം, അവരൊക്കെ അശദ്ദു മിൻഹു ഖുവ്വത, ഇവനേക്കാളൊക്കെ പല ശക്തിയുള്ളവരായിരുന്നു, വഅക്സറു ജംആ, ധാരാളക്കണക്കിന് സംഘബലവും ശക്തിയും ഒക്കെ ഉണ്ടായിരുന്ന പല തലമുറകളെയും അല്ലാഹു തകർത്തെറിഞ്ഞത് ഇവൻ അറിഞ്ഞുകൂടെ? അതിന്റെ ചരിത്രം ഇവൻ പഠിച്ചിട്ടില്ലേ? സമൂഹകാരെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? അലൈഹിസ്സലാമിന്റെ ജനതയെ തകിടം മറിച്ചത് അറിഞ്ഞിട്ടില്ലേ? പലരെയും റബ്ബ് തകർത്ത് നശിപ്പിച്ചു കളഞ്ഞത് അവൻ അറിയാമല്ലോ. വലാ യുസ്അലു അൻ ദുരൂബിഹിമുൽ മുജ്രിമൂൻ, കുറ്റവാളികളോട് അവരുടെ പാപങ്ങളെ കുറിച്ച് റബ്ബിന് ചോദിക്കേണ്ട കാര്യം പോലുമില്ല. അവരെ കുറിച്ച് അവന് നന്നായിട്ട് അറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം ആരായിരുന്നു മുജ്രിമ്. അവരൊക്കെ റബ്ബ് വേണ്ട വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണോ ഇയാള് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. തീർന്നില്ല. അവൻ വിശ്വാസികൾ ഇവനോട് ഇങ്ങനെ പറഞ്ഞല്ലോ, ആ പറഞ്ഞ ദേഷ്യത്തിന് അങ്ങനെയുള്ള എന്നാ ഞാൻ ഒപ്പിത്തിന്നുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, എന്നാ ഞാൻ കാണിച്ചു തരാം ഒപ്പിത്തിന്നു പറഞ്ഞില്ലേ, കണ്ടൊരു പ്രയോഗം അങ്ങനെ പറയാറില്ല. ഒരു ചീത്തയായ വസ്തുവിൽ ആരോ ഒരു ഭക്ഷണ പദാർത്ഥം ഇങ്ങനെ അയാള് അയാള് പരമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന ഒരു പ്രയോഗമാണ്. വിസർജനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആ സമയത്ത് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ഇങ്ങനെ കഴിക്കല്ലേ. ഇനി അങ്ങനെ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇതിൽ മുക്കി തിന്നുന്നു എന്നൊരു കഥ. അക്ഷരാർത്ഥത്തിൽ ഇവൻ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞോ, എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം, ഒരു പ്രകടനം നടത്തിക്കളയാം.
നിങ്ങളിപ്പോ പറഞ്ഞോ എന്റെ അഹങ്കാരമൊക്കെ ഒന്ന് മാറ്റിക്കോ, നീ ഇങ്ങനെ നന്നായിക്കോ എന്നൊക്കെ അല്ലേ പറഞ്ഞത്. എന്നാ ഞാൻ കാണിച്ചു തരാം. ഇതുവരെ നടത്താത്തൊരു വമ്പിച്ച പ്രകടനത്തിന് അവൻ കോപ്പ് കൂട്ടുകയാണ്. വമ്പിച്ച പ്രകടനം എന്താന്നറിയോ? വിശ്വാസികളായ ആളുകൾ അങ്ങനെ അവരങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് കാണിച്ചു തരാൻ എന്റെ പണത്തിന്റെ കൊഴുപ്പെന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് വാഹന വ്യൂഹം തയ്യാറാക്കി. കിട്ടാവുന്ന അവന്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള വസ്ത്രം അവൻ അണിഞ്ഞു. അതെങ്ങനെ? ഭൂമിയിലൂടെ അങ്ങനെ വലിച്ചഴച്ച് നടക്കുന്ന വില കൂടിയ വസ്ത്രങ്ങൾ അവൻ ധരിച്ചു, ആടയാഭരണങ്ങൾ അവൻ ധരിച്ചു, അണിഞ്ഞൊരുങ്ങി, കിരീടം വെച്ചു, അവന്റെ പട്ടാളക്കാരെ പിന്നാലെ കൂട്ടി, എന്തൊക്കെ വാഹന സൗകര്യങ്ങളുണ്ടോ എല്ലാം അവൻ കൊണ്ട് നടന്നു. ആ രൂപത്തിലുള്ള സംവിധാനങ്ങളെയും ആളുകളെയും കൊണ്ട് നെകളിപ്പ് കാണിച്ച് അവന്റെ സമ്പത്തിന്റെ കൊഴുവൻ, അവന്റെ സർവ്വ അലങ്കാരങ്ങളായിക്കൊണ്ട് ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി ഖാല الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم فخرج على قومه അവന്റെ ജനതക്കിടയിലേക്ക് പുറപ്പെട്ടു. ഫീ സീനതിഹി അവന്റെ എല്ലാ ആഡംബരങ്ങളും അലങ്കാരങ്ങളും അണിഞ്ഞുകൊണ്ട് അവന്റെ ആ പ്രകടനമങ്ങ് റോട്ടിലേക്ക് വന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് അവൻ ഇറങ്ങിയപ്പോ ഖാല الذين يريدون الحياة الدنيا ഈ ലോകത്തിന്റെ സുഖങ്ങളെയും സൗകര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ, ഒരു ജനതയിൽ രണ്ട് സ്വഭാവക്കാരും ഉണ്ടാകുമല്ലോ. ദുന്യാവിന്റെ പ്രാധാന്യം കൊടുക്കുന്ന, ദുന്യാവിന്റെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്ന അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി, യാ ലൈതലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിസ്ലമാ ഊതിയ ഖാറൂൻ, ഖാറൂനിന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ. ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം, അവൻ വല്ലാത്തൊരു വമ്പിച്ച ഭാഗ്യമുള്ള മനുഷ്യൻ തന്നെയാണല്ലോ. ഇന്നും ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ആളുകളുടെ കുറെ സൗകര്യങ്ങളും സംവിധാനങ്ങളും കാണും, എന്തല്ലേ ആ ഒരു വാചകേ പറയുള്ളൂ, എന്തല്ലേ, അതിലൊക്കെ ഒതുങ്ങി. എന്തല്ലേ എന്ന് പറഞ്ഞാൽ അതിന് തഫ്സീർ എഴുതാണെങ്കിൽ ഒരു 10 പേജ് 100 പേജ് എഴുതാണ്ടാവും. അതാണ് ആ എന്തല്ലേ. ഒരു മൂളൽ, ആ മൂളലിൽ അടങ്ങി നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം. അതിന് തഫ്സീറൊക്കെ എഴുതാണെങ്കിൽ ഒരുപാട് എഴുതാണ്ടാവും. ആ ജനത പറഞ്ഞു യുരീദൂനൽ ഹയാത്തദ് ദുനിയ, ഈ പളവളപ്പും സൗകര്യം വന്നിട്ട്, ഓ യാ ലൈതലനാ, നമ്മൾക്കും ഉണ്ടായിരുന്നെങ്കിൽ ഖാറൂനിന് നൽകപ്പെട്ടതുപോലെ. ഇന്നഹു ലദൂ ഹദ്ദിൻ അദീം, അവൻ വമ്പിച്ച വല്ലാത്തൊരു ഹദ്ദുള്ള മനുഷ്യനാണ്. എന്തൊരു ഭാഗ്യാണ് അവൻ, എത്രയാ അവന്റെ മുതൽ, എത്രയാണ് അവന്റെ സമ്പത്ത്, എന്താണ് ഇയാള്, എത്ര ആസ്തിയാണ്, എത്ര കോടികളുടെ ആസ്തിയാണ്, എന്താ പടച്ചോനെ എത്രയാണ് ഇയാള്, എന്താണ് പറഞ്ഞിട്ടും തീരുന്നില്ല. വല്ലാത്ത ഹദ്ദുള്ള മനുഷ്യൻ എന്ന് അല്ലാഹു തആല പറയുന്നു. ആ സമയത്ത് വഖാലല്ലദീന ഊതുൽ ഇൽമ വൈലകും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ വലാ യുലഖാഹാ ഇല്ലസ് സാബിറൂൻ. വഖാലല്ലദീന ഊതുൽ ഇൽമ, അള്ളാഹുവിന്റെ പ്രത്യേകമായ അറിവ് നൽകപ്പെട്ടിട്ടുള്ള, പഠിച്ചറിഞ്ഞിട്ട് പടച്ചവനെ പേടിച്ച് നടക്കുന്ന ഉലമാ, അന്നത്തെ നല്ല ഇൽമുള്ള ആളുകൾ ഈ ജനങ്ങളോട് പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം ജനങ്ങളെ. എന്താ ജനങ്ങളെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്കെന്തേ ഇത്ര ബോധമില്ലാതെയായോ? ഇങ്ങനെ ഒരാളുടെ സൗകര്യങ്ങളും സമ്പത്തും കാണുമ്പോഴേക്ക് അയാൾ വല്ലാത്ത ഭാഗ്യമുള്ള മനുഷ്യനാണെന്ന് പറയുകയോ, അതുപോലെ ഞങ്ങൾക്കും എന്തേ കിട്ടാത്തതെന്ന് പരിഭവിക്കുകയോ, അതിനു വേണ്ടി മോഹിക്കുകയോ? സവാബുല്ലാഹ്, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, സവാബുല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലം അത് മാത്രമാണ്. ഖൈറുൻ, ഏറ്റവും ഉത്തമമായത്, ഏറ്റവും മെച്ചപ്പെട്ടത് അതാണ്. ലിമൻ ആമന വഅമില സാലിഹാ, നല്ല ഈമാനും നല്ല കർമ്മങ്ങളും ഒക്കെയായി നടക്കുന്നവർക്ക് പരലോകത്ത് കിട്ടാനുള്ളതിനെ അപേക്ഷിച്ചു നോക്കുമ്പോ ഇത് ഒന്നുമല്ല. മുഅ്മിനീങ്ങൾക്ക് പരലോകത്ത് വെച്ച് കിട്ടാനുള്ള സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ
അല്ലാഹു തആല അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ദി ബശർ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്, അഅദത്തുൽ ഇബാദിയസ് സാലിഹീൻ, സജ്ജനങ്ങളായ എന്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി തയ്യാറാക്കി പാർത്തു വെച്ചിരിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചാ പറയുന്നത്. മാലാ ഐനുൻ റഅത്, അവിടെയുള്ളത് ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. വലാ ഉദുനുൻ സമിഅത്, അവിടെയുള്ള ഒന്നും ഇന്ന് വരെ ഒരാൾ കേട്ടിട്ട് പോലുമില്ല. ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ പോലും അവന് ഒരിക്കലും ചിന്തിക്കാൻ പോലും തോന്നിയിട്ട് പോലുമില്ലാത്തത്ര സുഖ സൗകര്യങ്ങളുടെ കേന്ദ്രമായ കേദാരമായ സൗകര്യങ്ങളാണ്. ആ പറുദീസയാണ്, സ്വർഗമാണ് ഞാൻ അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ ആയത്തോതുകയാണ്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അങ്ങനെ പണിയെടുത്ത, അങ്ങനെ അധ്വാനിച്ച, അങ്ങനെ ഈമാനുള്ള കക്ഷികൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള ആ സുഖങ്ങളും സൗകര്യങ്ങളും അവർക്ക് വേണ്ടി റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത് എത്രയാണെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. അത്രക്കും റബ്ബ് അത് ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് അല്ലാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചത് എന്താണെന്ന് ഒരാൾക്കും പറയാൻ പോലും കഴിയൂല. അത്ര വലിയ സുഖങ്ങളാണ് സ്വർഗം. അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അത് അപേക്ഷിച്ച് നോക്കുമ്പോ എന്താ ഇതൊക്കെ, എന്താ നിങ്ങൾ ഇങ്ങനെ, ഇതൊക്കെ വല്ലതുമാണോ, ഇതൊക്കെ വല്ലതുമാണോ എന്നാണ് ആ മുഅ്മിനീങ്ങളായ അന്നത്തെ പണ്ഡിതന്മാര് ആ ജനങ്ങളോട് ചോദിക്കുകയാണ്. അള്ളാഹു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, ഈമാനുള്ള ആളുകൾക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇതൊന്നുമല്ലല്ലോ, അതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് നാശം ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് കിട്ടിയവനെയാണോ നിങ്ങൾ മഹാഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞു ഉപദേശിച്ചിട്ട്, വലാ യുലഖാഹാ ഇല്ലസ്സാബിറൂൻ, രണ്ട് നിലക്ക് അവിടെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗം ക്ഷമാലുക്കൾക്കല്ലാതെ ലഭിക്കുകയില്ല എന്ന്. ഒന്ന്, ക്ഷമാലുക്കൾക്കല്ലാതെ അത് കിട്ടൂല, നല്ല സഹനശീലർക്കല്ലാതെ അത് സാധിച്ചു കിട്ടുകയുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഏതിനെ കുറിച്ചാണ് പറയുന്നത്? ഒന്ന്, അള്ളാന്റെ ആ പ്രതിഫലം, അള്ളാന്റെ സ്വർഗം, അത് നല്ല സഹനത്തോടെ ഇവിടെ ജീവിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുള്ളൂ. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, ഇങ്ങനെ പറയാനുള്ള മനസ്ഥിതി നല്ല സഹനമുള്ളവർക്കേ കഴിയുള്ളൂ. എന്ത്? ഇങ്ങനെ ധനത്തിന്റെ പിന്നാലെ അത് ആശിച്ചുകൊണ്ട് ഓടിപ്പായുമ്പോ ഇങ്ങനെ പിന്നാലെ കൂടല്ലേ സ്വർഗം, അത് അപേക്ഷിച്ച് ഇതൊക്കെ എന്താന്നൊക്കെ പറയാനൊരു ഈമാൻ കിട്ടണമെങ്കിൽ അതൊക്കെ നല്ല സാബിരീങ്ങൾക്ക്, സഹനശീലമുള്ളവർക്ക് കഴിയൂ. രണ്ട് വ്യാഖ്യാനമാണെങ്കിലും വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ആശയങ്ങൾക്ക് അതൊരിക്കലും വൈരുദ്ധ്യമല്ല, വിരുദ്ധമല്ല. ഇരു സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ അവന്റെ ആ ഒരവസ്ഥയെ കുറിച്ച് പറയാണ്. അവന് പിന്നീടുണ്ടായി തീർന്ന അവസ്ഥ എന്താണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നു കൊണ്ട് പറയുന്നത്. വളരെ കൃത്യമായി റബ്ബ് രേഖപ്പെടുത്തി, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ് ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. ഫഖസഫ്നാ ബിഹി, അപ്പോൾ അവനെ നാം ആഴ്ത്തിക്കളഞ്ഞു, വിഴുങ്ങി. അവൻ ഈ നഗളിപ്പിന്റെ വർത്താനം ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിൽ ഫഖസഫ്നാ ബിഹി, അവനെ നാം ആഴ്ത്തിക്കളഞ്ഞു. വബിദാരിഹി, അവന്റെ വീടിനെയും അല്ലർള, ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ഭൂമി അങ്ങ് പിളരുകയാണ്. അവനും അവന്റെ കൊട്ടാരമടക്കമുള്ള അവന്റെ എല്ലാ സൗകര്യങ്ങളും അങ്ങ് ഭൂമിയിലോട്ട് താഴ്ന്നു പോവുകയാണ്. അവൻ നശിച്ചു പോവുകയാണ്. ഭൂമി അവനെ വിഴുങ്ങുകയാണ്. അത് ജനങ്ങൾ കാണുകയാണ്. ഫമാ കാന ലഹു, അന്നേരം അവന് ഉണ്ടായില്ല
മിൻ ഫിഅത്തിൻ, ഒരു സംഘത്തെയും കാണാനില്ല. അവന്റെ പരിചാരകരെന്ന് പറഞ്ഞവർ, അവന്റെ സംഘത്തിലെ മെമ്പർമാരെന്ന് പറഞ്ഞവർ, അവന്റെ കാശ് കൊണ്ട് ഒപ്പം കൂടിയവർ ആരുമാരും ഇന്ന് അവന്റെ കൂടെയില്ല. ഇതുവരെ എനിക്ക് അത്ര സംഘശക്തി ഉണ്ടെന്ന് പറഞ്ഞ് മേനിനടിച്ചവന്റെ ആളുകളെയൊന്നും അവന് സഹായത്തിന് കാണുന്നില്ല. യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ ഈ ശിക്ഷയെന്ന് വന്നു ചേർന്നപ്പോ റബ്ബിന്റെ പിടുത്തത്തിൽ നിന്ന് അവനെ ഒന്ന് മോചിപ്പിച്ച് രക്ഷപ്പെടുത്താൻ ഒരാളെയും അവന് കിട്ടിയില്ല. വമാ കാന മിനൽ മുൻതസിരീൻ, സഹായിക്കാൻ പുറമെ നിന്ന് ആരും വന്നില്ലെന്ന് മാത്രമല്ല, ഇത്ര വലിയ അഹങ്കാരം നടിച്ച അവന് തന്നെയും അവന്റെ സമ്പത്ത് കൊണ്ട് തന്നെ ഒന്ന് രക്ഷപ്പെടുത്തി ഒരു രക്ഷാ നടപടി എടുക്കാൻ പോലും അവന് സാധിച്ചില്ലല്ലോ. ഭൂമി അവനോട് വിഴുങ്ങി. അത്രേ പണി ഉണ്ടായുള്ളൂ. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അവനെ അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി അവന്റെ ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും വസ്ത്രങ്ങളും ഒക്കെയായി നിലത്തിട്ട് വഴിച്ച് അഹങ്കാരത്തോടുകൂടെ നടന്നപ്പോ ഭൂമി അവനെ വിഴുങ്ങിയിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ അവൻ ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് ഖാറൂനിനെ സംബന്ധിച്ചാണെന്നും അല്ല, വേറൊരു വ്യക്തിയെ സംബന്ധിച്ചാണെന്നും ഹദീസ് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അലം. എന്തായാലും ഹദീസ് സഹിഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതുമാണ്. അഹങ്കാരത്തിന്റെ ആ തനിമ, അവന്റേതായ നെകളിപ്പ് ഖിയാമത്ത് നാൾ വരെയുള്ള ജനതയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ ആഴ്ത്തിക്കളഞ്ഞു അവനെ. എന്തേ പണം കൊണ്ട് കാര്യമുണ്ടായി? എന്തായി അവന്റെ ഖജനാവ്? അവന്റെ സ്വർണം രക്ഷക്കെത്തിയോ? അവന്റെ വെള്ളി രക്ഷക്കെടുത്തിയോ? അവന്റെ സൗകര്യങ്ങളും സംവിധാനങ്ങളും രക്ഷപ്പെടുത്തിയോ? ഒന്നും ഉണ്ടായില്ല. എല്ലാം പോയി, എല്ലാം തകർത്തെറിച്ചു. റബ്ബിന് നിമിഷങ്ങളെ വേണ്ടി വന്നു. അല്ലാഹു തആല ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോൾ എങ്ങനെ പോയി ഭൂമിയൊക്കെ വളർന്നു? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ, ഉണ്ടാവൂ, ആയിത്തീര്, ഫയകുൻ, സംഭവിക്കും. വളരെ പെട്ടെന്ന് സംഭവിച്ചു. ഫഖസഫനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മിനൽ മുൻതസിരീൻ. ഇവനങ്ങ് ആ അപഘാതമായ ഗർത്തത്തിലേക്ക് ജീവനോടെ അവനും അവന്റെ കൊട്ടാരവും അവന്റെ സൗകര്യങ്ങളും അങ്ങ് താഴ്ത്തിക്കളയുന്ന രംഗം കാണുകയാണ് വിശ്വാസികളും അല്ലാത്തവരും. ആ അവസരത്തിൽ വഅസ്ബഹല്ലദീന തമന്നൗ മകാനഹു ബിൽഅംസി യഖൂലൂന വൈക അന്നല്ലാഹ യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ വൈക أنه لا يفلح الكافرون وأصبح الذين تمنوا مكانه بالأمس. ഇന്നലെ വരെ ഇവന്റെ സമ്പത്തിന്റെ പ്രൗഢിയിലും തിളപ്പിലും കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് അന്തം പെട്ട് അന്താളിച്ച് അവനെ പോലെ ഒന്നായെങ്കിൽ എന്ന് കൊതിച്ചു നടന്നിരുന്ന ആളുകളൊക്കെ പ്രഭാതമായപ്പോൾ വിളിച്ചു പറയാൻ തുടങ്ങി, വൈക അഹോ അന്നല്ലാഹ, അല്ലാഹു ആയതുപോലെയാണല്ലോ, യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിർ. അല്ലാഹു അവന്റെ സമ്പത്ത്, അല്ലാഹു അവന്റെ സൗകര്യങ്ങള് അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ചിലരുടെ അടുത്ത് കൊടുക്കും. ചിലർക്ക് അവൻ വിശാലമായി കൊടുക്കും, ചിലർക്കൊന്ന് പിടിച്ചു കൊടുക്കും, ചിലർക്ക് വളരെ കൊടുക്കും, ചിലർക്ക് കമ്മിയാക്കും. അതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. നമ്മളതിനെ ആശിക്കണ്ട, നമ്മളതിന് വേണ്ടി വല്ലാതെ മോഹിക്കണ്ട. എന്നിട്ട് അവര് പറയാൻ തുടങ്ങി, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ, അല്ലാഹു നമ്മളോട് കാരുണ്യം ഔദാര്യം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖസഫ ബിനാ, അവനെ പോലെ ആയെങ്കിലോ എന്ന് കൊതിച്ച നമ്മളെയും അല്ലാഹു ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്താമായിരുന്നില്ലേ? അവനെ പോലെ അത് കണ്ടിട്ട് ആയിത്തീരണം എന്ന് മോഹിച്ച നമ്മളെ കൂടി ഭൂമിയിലേക്ക് ആഴ്ത്താൻ അല്ലാഹു നിഷ്പ്രയാസം കഴിയുമായിരുന്നല്ലോ. അല്ലാഹു നമ്മളെ ആഴ്ത്തിയില്ലല്ലോ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തിയല്ലോ. അത് നമുക്ക് റബ്ബ് ചെയ്തതല്ലാത്ത നിഅമത്ത് തന്നെ. ഇന്നലെ വരെ അവന്റെ ഭാഗ്യവും സൗഭാഗ്യമൊക്കെ എണ്ണി പറഞ്ഞിരുന്ന ആളുകൾ എന്റെ ശിക്ഷയാണ് നേരിൽ കണ്ടപ്പോ പറയാൻ തുടങ്ങി, അല്ലാഹ് നീ തരാത്തത് എത്ര നല്ലതാ, ഞങ്ങൾക്ക് വല്ലാത്ത കാരുണ്യാണ് ഞങ്ങൾക്ക് ചെയ്തത്.
തന്നിരുന്നെങ്കിൽ ഞങ്ങളും ഇങ്ങനെ ആയിരുന്നെങ്കിലും എന്തായിരിക്കും ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ട് അവര് വിലപിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ പറയാൻ തുടങ്ങി, അല്ലാഹു വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെയല്ലേ ഇത്. എന്ത്? ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ദേ നിഷേധികൾ വിജയിക്കൂലട്ടോ, നിഷേധി വിജയിക്കൂല, നിഷേധി വിജയിക്കൂല. ആ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? തിൽക്കദ്ദാറുൽ ആഖിറ, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. കഴിഞ്ഞു ആ ചരിത്രം. അല്ലാഹു തആല പറയാണ്, തിൽക്കദ്ദാറുൽ ആഖിറ, അതാണ് പരലോകം. പരലോക ഭവനം എന്ന് പറയുന്ന ഭവനം നജ്അലുഹാ, അത് നാം ഒരുക്കി തയ്യാറാക്കി നിശ്ചയിച്ചിട്ടുള്ളത് ലില്ലദീന, ഒരു കൂട്ടർക്ക് മാത്രമാണ്. അവരാരായിരിക്കണം? ലാ യുരീദൂന, അവർ ഉദ്ദേശിക്കാത്തവരാണ്, അവർ ഉദ്ദേശിക്കുന്നവരല്ല. ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ ഔന്നത്യം ഉദ്ദേശിക്കുന്നവരല്ല. വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പം ഉദ്ദേശിക്കുന്നവരുമല്ല. ഭൂമിയിൽ ഔന്നത്യവും കിബറും ഫസാദുമൊന്നും നടിക്കാതെ വിനയത്തോടെ ഭൂമിയിൽ കഴിയുന്നവർക്കാണ് ആ ലോകത്തെ ഭവനം നാം നിശ്ചയിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയാണ്, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടുന്ന വചനമാണ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. ഏതൊക്കെ നിലക്ക് ആർക്കൊക്കെ വിജയമുണ്ടെന്ന് തോന്നിയാലും, ആർക്കൊക്കെ വലിയ തേരോട്ടമുണ്ടെന്ന് തോന്നിയാലും, ആരൊക്കെ വലിയ സ്ഥാനങ്ങളിലെത്തി എന്ന് തോന്നിയാലും, ആരൊക്കെ ഇസ്ലാമിനെ വിഴുങ്ങാൻ വരുന്നോ എന്ന് തോന്നിയാലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാലും, പഠിപ്പിച്ചോളൂ മനസ്സിനെ, വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. നല്ല പര്യവസാനം മുത്തഖീങ്ങൾക്കേ ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളതൊക്കെ താൽക്കാലികമാണ് കേട്ടോ, മറ്റുള്ളതിനൊക്കെ ആയുസ് കുറവാണ്. തഖ്വയുള്ള ആളുകൾക്കാണ് വിജയമല്ല കൊടുക്കുക, അവർക്ക് നല്ല പര്യവസാനം ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളതിനൊന്നും നിലനിൽപ്പില്ല, മറ്റുള്ളതൊന്നും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല. തഖ്വയുണ്ടോ അതുവർക്ക് മാത്രമായിരിക്കും. അവർ ഈ ലോകത്ത് നിന്ന് ഒരുപക്ഷേ വീരമരണം വരിക്കേണ്ടി വന്നാലും, എത്ര പ്രയാസപ്പെടുത്തേണ്ടി വന്നാലും, അവരുടെ ഖൽബിന്റെ അകത്ത് അപ്പോഴും സന്തോഷം തന്നെ. അവർക്ക് വലിയ ഈമാനാണ്. അത്തരത്തിൽ അവർ മരിച്ചു പോകുമ്പോഴും മനസ്സിന് പതർച്ചയില്ല. അവർക്ക് വല്ലാത്തൊരു സുദൃഢമായ മനസ്സാണ്. അതുകൊണ്ടല്ലേ അവരോട് മഹ്ശറിലെത്തുമ്പോ പറയും, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും ബിമാ തിബ്തും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖബദ്ദാർ. കടന്നോളൂ സ്വർഗത്തിലേക്ക്, നിങ്ങളേറെ സഹിച്ചവരല്ലേ, നിങ്ങളേറെ സൂക്ഷ്മത പാലിച്ചവരല്ലേ. അതുകൊണ്ട് ആ പര്യവസാനത്തിന്റെ നല്ല ഭവനം എത്ര നല്ല ഭവനമാണ്. അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മെ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു വലിയ ചരിത്രം നമുക്ക് വല്ലാത്ത പാഠമാണ്, വിശദീകരിക്കേണ്ടതില്ലാത്തത്ര. നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് ഇവിടെ അവസാനം പറഞ്ഞില്ലേ, അവസാനം ആ ജനത പറഞ്ഞില്ലേ, ആ പോയിന്റ് നോട്ട് ചെയ്യാം. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് ഒരുപാട് കൊടുക്കും, ചിലർക്ക് കുറച്ച് കൊടുക്കും. അതൊക്കെ അള്ളാന്റെ തീരുമാനം. അത് നമ്മൾ അതിന്റെ പേരിൽ ഒരുപാട് കിട്ടിയെങ്കിൽ നെഗളിപ്പ് വേണ്ട, കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെട്ടെങ്ങാണ്ട് ഇങ്ങനെ നടക്കണ്ട. ഇതൊക്കെ റബ്ബിനൊരു ഹിക്മത്തുണ്ട്, ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട, അതിലൊക്കെ അള്ളാഹ്ക്ക് വലിയ ഹിക്മത്തുണ്ടാവും. അത് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് വേണമെന്നും, അല്ലാഹു തആല നൽകിയ സമ്പത്ത് എത്ര കുറഞ്ഞാണെങ്കിലും അതുകൊണ്ട് ആ റബ്ബിനെ ധിക്കരിക്കാതെ ജീവിക്കണമെന്നും, ധിക്കരിച്ചു കഴിഞ്ഞാൽ ആരെയും അല്ലാഹ്ക്ക് വലിപ്പേറൂല, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മാർഗത്തിലൂടെ എങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും അവൻ. അവസാനത്തൊരു പിടുത്തമുണ്ട്, ഊരി രക്ഷപ്പെടാനോ തിരിച്ചു ചെല്ലാനോ തൗബ ചെയ്യാനോ പോലും അവസരമില്ലാത്തൊരു പിടുത്തം അതെല്ലാവർക്കും ഉണ്ടാകും എന്നാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അത്തരക്കാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്തു പറഞ്ഞില്ലേ, മരണത്തിന്റെ നേരത്തൊന്ന് പിന്തിച്ചു കിട്ടിയാൽ ഞാൻ ധർമ്മം ചെയ്തോളാന്ന് പറയുന്നു. അപ്പൊ ഈ രൂപത്തിൽ സഹോദരങ്ങളെ, ഖാറൂൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സമ്പത്ത് കൊണ്ട് നെകളിപ്പ് കാണിച്ചവന്റെ അന്ത്യം, അധികാരം കൊണ്ട് നെകളിപ്പ് കാണിച്ചവനെ വെള്ളത്തിൽ ശ്വാസം മുട്ടിച്ച് മുക്കിയാണ് കൊന്നതെങ്കിൽ, അഹങ്കാരം കാണിച്ചുകൊണ്ട് ഭൂമിയിലൂടെ നെകളിപ്പ് കാണിച്ചപ്പോ ഭൂമി തന്നെ പറഞ്ഞു, നീ ഇങ്ങോട്ട് പോര്, നീ പുറത്ത് ജീവിക്കേണ്ടവനല്ല, അകത്തേക്ക് വാ.
വളർത്തി ഉള്ളിലേക്കാക്കി നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു തന്നതുകൊണ്ട് അള്ളാഹു നൽകിയത് കൊണ്ട് ആഖിറത്തെ ഉദ്ദേശിക്കുക. എന്നാലോ ഒന്നും ഇവിടെ അനുഭവിച്ചോ. ദുനിയാവിലെ നിന്റെ വിഹിതം മറക്കൊന്നും വേണ്ട. എന്നാൽ അള്ളാഹ് തന്നതുകൊണ്ട് നീ ഇഹ്സാൻ ചെയ്യും. അള്ളാഹ് നിനക്ക് ഒരുപാട് നന്മ ചെയ്തിരുന്നു. നീ സഹജീവികൾക്ക് നന്മ ചെയ്യും. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ ഈ പണം ഉപയോഗപ്പെടുത്തരുത്. അള്ളാഹനെ ധിക്കരിക്കാനും ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാനും ഈ പണം ഉപയോഗപ്പെടുത്തരുത്. അത് നന്നാവില്ല. ഇതൊക്കെയുള്ള കനത്ത പാഠം നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ, അല്ലെങ്കിൽ എന്നോ കഴിഞ്ഞു പോയൊരു ധിക്കാരിയുടെ ചരിത്രം എന്തിനാ നമ്മെ കൊണ്ട് ഇങ്ങനെ വായിപ്പിക്കുന്നത്? ചരിത്രങ്ങളൊക്കെ ഗുണപാഠം. ആ ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവബഹുലമായ ചരിത്രത്തിൽ നിന്ന് ഇനിയും വീടുകൾ നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.